ഹായ്. അപ്പോൾ ദേ കുറച്ച് ചെടികളൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു. അത് നനച്ചിട്ട് വരുന്ന വരവാണ്. നേരെ അടുക്കളയ്ക്കാണ്. അടുക്കളയിൽ കുറച്ച് പരിപാടികളുണ്ടല്ലോ. എന്നും നമുക്ക് കുക്കിംഗ് ഇല്ലാതെ പറ്റില്ലല്ലോ. എങ്ങനെയും എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇന്ന് ചിക്കൻ ഉണ്ടായിരുന്നു കുറച്ച്. എന്നാൽ പിന്നെ അരിയും ഇരിക്കുന്നുണ്ട്. കുറച്ച് ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങണമായിരുന്നു. ഇന്നിപ്പോൾ എല്ലതും ഉള്ളത് കൊണ്ട് എന്നാൽ കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ചിക്കൻ ആദ്യം കുക്കറിൽ വേവിക്കാനിടുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും സുഖമാണല്ലോ. എനിക്കിവിടെ സുഖമാണ്. അപ്പോൾ ദേ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പൊടികളെല്ലാം ചിക്കനിലിട്ട് കൊടുക്കുകയാണ് ചിക്കൻ വേവാനായിട്ട്. പിന്നെ സവോള, തക്കാളി എല്ലാം എടുത്ത് വെക്കണം. ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം എടുത്ത് വെക്കാനുണ്ട്. ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എന്തായാലും പോകുമെന്ന് അറിയാമല്ലോ. ബിരിയാണി ഉണ്ടാക്കാൻ അങ്ങനെ പെട്ടെന്ന് 2 മിനിറ്റിൽ ഉണ്ടാക്കാം, 5 മിനിറ്റിൽ ഉണ്ടാക്കാം എന്നൊക്കെ അതൊക്കെ വെറുതെ പറയണം. എന്തായാലും കുറച്ച് സമയം ആയിട്ട് തന്നെ നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. റൈസ് വേവാനും ചിക്കൻ വേവാനും അതൊക്കെ ഉള്ള സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാവും. അപ്പോൾ എല്ലാ പൊടികളും ഇട്ടിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, അങ്ങനെ അത്രയേ ഉള്ളൂ. ബിരിയാണി മസാലയൊന്നും ഞാൻ ബിരിയാണിക്ക് ഇടാറില്ല. എനിക്കതങ്ങനെ ഇഷ്ടമല്ല. ഞാൻ ഈ ഗരം മസാലയും ചിക്കൻ മസാലയൊക്കെ തന്നെ ഇട്ടിട്ട് തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. എപ്പോഴും ഉണ്ടാക്കുന്നത് പോലെ അല്ല. ഇന്ന് ഞാൻ വേറെ രീതിയിൽ ഇടയ്ക്കിങ്ങനെ ഓരോ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നപ്പോൾ ഞാൻ ഗീ റൈസ് വെച്ചിട്ട് തന്നെയാണ് ചോറിൽ ലെയർ ചെയ്യാൻ വെക്കുന്നത്. ചിക്കനിലും എല്ലാം ബിരിയാണി ദം ചെയ്ത് ലെയർ ചെയ്യാൻ വെക്കുന്നത്. ഇല്ലെങ്കിൽ സാധാരണ ഞാൻ വെള്ളത്തിൽ വേവിച്ചിട്ട് ഇങ്ങനെ അരി ഊറ്റിയെടുത്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുക. ഇന്നിപ്പോൾ നല്ല അടിപൊളിയായിട്ട് കുക്കറിൽ ഗീ റൈസ് മുഴുവനായിട്ട് വേവിച്ചെടുത്തിട്ട് വെള്ളം ഒഴിക്കാതെ, അതായത് നോർമൽ എത്രയാണോ അരി എടുക്കുന്നത് അതിന് ഇപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിരിക്കുമ്പോൾ 4 ഗ്ലാസ് വെള്ളത്തിൽ കറക്റ്റായിട്ട് വേവിച്ചെടുത്തിട്ടാണ് ഞാൻ പിന്നെ പാനിൽ ദം ചെയ്യാൻ വെക്കുന്നത്. ഇത് ഗീ റൈസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ വരിക്കുട്ടി സംസാരിക്കാൻ വരുന്നുണ്ട്. പിള്ളേരെപ്പോഴും ഞാൻ അടുക്കളയിലാണെങ്കിലും എവിടെയാണെങ്കിലും എൻ്റെ കൂടെ വന്ന് സംസാരിക്കാൻ നിൽക്കാറുണ്ടല്ലോ. ഇത്തവണത്തെ ബിരിയാണി അങ്ങനെ തറവാട്ടിൽ കൊടുക്കാനായിട്ടുള്ളതൊന്നുമില്ല. ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, ഒരുപാട് ഉണ്ടാക്കിയില്ല. എപ്പോഴും ക്വാണ്ടിറ്റി കൂടുതലിൽ ഉണ്ടാക്കുമായിരുന്നു. ഇത്തവണ ക്വാണ്ടിറ്റി കുറവിൽ ഉണ്ടാക്കിയിട്ട് കുട്ടീനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇവിടുന്ന് കഴിക്കാൻ കൊടുത്തു. അപ്പോൾ അതേ അരി എടുത്തതിൻ്റെ അളവിൽ ഞാൻ വെള്ളം എടുത്ത് വെച്ചതാണ്. അതായത് 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, ആ രീതിയിൽ. പിന്നെ ഉപ്പ് എപ്പോഴും അരിയുടെ മുന്നേ നിൽക്കണമല്ലോ. അങ്ങനെ ദേ ഗീ റൈസ് റെഡിയാക്കട്ടെ. ഇന്നെല്ലാം അടുക്കളയിൽ നിന്ന് തന്നെ ചെയ്തു. സിറ്റ് ഔട്ടിലേക്കൊന്നും സവോള കട്ട് ചെയ്യാൻ പോയില്ല, ടൈം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇവിടെ തന്നെ നിന്നിട്ട് ചിക്കനുള്ള സവോള, വെളുത്തുള്ളി, തക്കാളി, മല്ലിയില എല്ലാം ഒരു പാത്രത്തിൽ തന്നെ ഈ ചിക്കൻ വേവുമ്പോഴേക്കും സെറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാൻ തുടങ്ങാമല്ലോ. ഏകദേശം എല്ലാ സമയത്തും അങ്ങനെ തന്നെയാണ്. എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ കുക്ക് ചെയ്യാൻ നിൽക്കാറ്. അപ്പോൾ ദേ പെട്ടെന്ന് തന്നെ സവോളയും കുറച്ച് സലാഡ് ഉണ്ടാക്കണം ഇത്തവണ. അതായത് തലശ്ശേരി സ്റ്റൈൽ ബിരിയാണി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ സലാഡ് വേണം. കോയമ്പത്തൂർ സ്റ്റൈലാകുമ്പോൾ അങ്ങനെ വേണ്ട. പിന്നെ ചിക്കൻ്റെയൊക്കെ ഗ്രേവിയൊക്കെ ഉണ്ടാവും. ഇത്തവണ ചിക്കൻ്റെ ഗ്രേവിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഒരാൾക്ക് വിശക്കണു എന്ന് പറഞ്ഞിട്ട് ദേ മുട്ട വറുക്കണം. ആശാൻ ഇങ്ങനെ ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കുമല്ലോ. ഇന്നിപ്പോൾ അയാൾ ഇങ്ങനെ എഗ് വൈറ്റ് വേറെ, യെല്ലോ വേറെ, സെപ്പറേറ്റ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് ആളുടെ കഴിഞ്ഞ ആൾ പാത്രം എടുത്തിട്ട് പോയപ്പോഴാണ് ഞാൻ അടുത്ത പണി തുടങ്ങുന്നത്. അപ്പോൾ ഗീ റൈസ് ആവുമ്പോഴേക്കും തന്നെ ഞാൻ സവോള, തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ. അതിൻ്റെ കൂടെ ആദ്യം കുറച്ച് ചിക്കൻ കറിക്കുള്ള സവോള, തക്കാളിയാണ്. ആദ്യം കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്, കടുക് ഇട്ടിട്ടില്ല. കുറച്ച് ജീരകവും കുറച്ച് പെരിഞ്ജീരകവും, നല്ല ജീരകവും പെരിഞ്ജീരകവുമാണ് ഇട്ടിരിക്കുന്നത്. ഏട്ടൻ്റെ കുറച്ച് ജീരകത്തിൻ്റെ മണം ഇഷ്ടമാണ്. അപ്പോൾ എന്നിട്ട് സവോള ഒന്ന് കൈ കൊണ്ട് ഉടച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ അതൊക്കെ വിട്ട് വന്നിട്ടേ. ഒന്നാമത് ഞാൻ ഒരുപാട് നൈസായിട്ട് തന്നെ കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ സവോള വഴറ്റാനിടുന്നതിൻ്റെ കൂടെ ഉപ്പിട്ട പെട്ടെന്ന് വഴണ്ട് കിട്ടുമല്ലോ. അങ്ങനെ ദേ ഷടപടേന്ന് മല്ലിയില, പുതിന, കറിവേപ്പിലയില്ല കേട്ടോ. കറിവേപ്പില ഇടാണ്ടാണ്. മല്ലിയിലയും പുതിനയും സവോളയും ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കട്ടെ. സവോള, തക്കാളി ആയിട്ടിൻ്റെ കൂടെ ഇത് അരിയൊക്കെ ഒരു 3/4 വേവ് ആവാനായിട്ടുണ്ട്. പിന്നെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി
കുക്കർ അടച്ചിട്ട് വിസിൽ വെക്കാതെ ആ എയറൊന്ന് വരില്ലേ, ആ സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ റൈസ് വെന്തോളും. ഏകദേശം ഒരു മുക്കാൽ വേവ് ഒരു മുക്കാൽ വേവിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇനി വിസിൽ വെക്കണില്ല. ഈ എയർ വന്നു കഴിഞ്ഞാൽ ബിരിയാണി ഗീ റൈസ് ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതേ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ടിട്ടില്ല, ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒപ്പം തന്നെ തക്കാളി ഇടുന്നുണ്ട്. തക്കാളി ഞാൻ കുറച്ച് തക്കാളി സ്റ്റോക്ക് വന്നപ്പോൾ കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് ഞാനൊരു ബോട്ടിലാക്കി വെച്ചതാണ്. ആവശ്യത്തിനടുത്ത് ഇങ്ങനെ ഇട്ടാൽ മതിയല്ലോ. ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. കുമ്പളങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ക്യാരറ്റും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചൊക്കെ കട്ട് ചെയ്ത് സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. കാരണം പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയം ലാഭം കിട്ടുമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ വേവിച്ച് വെച്ച ചിക്കൻ അങ്ങനെ വെള്ളമൊന്നും ഇല്ലാതെ ഊറ്റിയെടുത്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ലേശം വെള്ളം എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് താഴ്ഭാഗം അടി പിടിക്കാതിരിക്കണമല്ലോ, അപ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളൂ. എന്നാലും ഒരു ഇത്തിരിയും കൂടെ വറ്റുണ്ട്. പിന്നെ ദേ എൻ്റെ ഗീ റൈസ് കണ്ടല്ലോ, നല്ല അടിപൊളിയായി അങ്ങനെ ഒട്ടിപ്പിടിക്കാതെ തന്നെ നന്നായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനും ഒരു വിധം വെള്ളമൊക്കെ ഒന്ന് വറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ലെയർ ചെയ്യാൻ പോകണം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സവോള വറുത്തിടാം, അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം ഇടാം. പക്ഷേ ഈ കുട്ടികൾക്കേ അതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട്, അതുപോലെ മല്ലിയില, പുതിന ഒരുപാടൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഗീ റൈസിൽ അധികം ഒന്നും ഇട്ടില്ല. കണ്ടില്ലേ, വൈറ്റ് കളർ നല്ല പൂ പോലത്തെ റൈസ്. ഇതിലും ഞാനിങ്ങനെ സവോള അങ്ങനെ കണ്ടതൊന്നും വഴറ്റിയിട്ടില്ല. ആവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങൾ, നമുക്ക് ഗീ റൈസിൻ്റെ മണവും ടേസ്റ്റ് മാത്രം മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കളർ വരാനായിട്ട് ഞാൻ ആ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടല്ലോ അതൊന്ന് ഇത്തിരി ഇങ്ങനെ മുകളിൽ തൂവിയിട്ടതാണ്. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ പണികൾ ദം ചെയ്യാൻ വെച്ചിട്ടാണ് ബാക്കി അടുത്ത പണികൾ. കുറച്ച് സലാഡ് ഉണ്ടാക്കണം, അതിൻ്റെ കൂട്ടത്തിൽ നിറച്ചും പാത്രം കഴുകാനുണ്ട്. ആ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ. ഗീ റൈസ് വെച്ചതും പിന്നെ ചിക്കൻ വേവിച്ചതും അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ തൈര് അത് ആ പാക്കറ്റൊക്കെ എടുത്ത് കഴുകിയിട്ട് കളയും. അതിൻ്റെ കൂട്ടത്തിൽ അപ്പോഴേക്കും ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് കളിക്കാൻ. പിന്നെ ചെറുതുകളുണ്ട്, ചോട്ടുവിൻ്റെ മക്കളും എല്ലാവരും ഉണ്ടല്ലോ. മണത്തിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. ബിരിയാണി മണമല്ലേ. പിന്നെ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഏട്ടനുണ്ട്, ഏട്ടൻ വെള്ളം എടുത്തിട്ട് വന്നു. ചോറ് കൊണ്ട് വെച്ച ഉടനെ എപ്പോഴും വെള്ളം കൈയോടെ കൂടെ വേണമല്ലോ. ഞാൻ അങ്ങനെ കൊടുക്കാറില്ല, പക്ഷേ ഈ ഏട്ടനുണ്ടെങ്കിൽ ഏട്ടൻ എപ്പോഴും വെള്ളം കൊണ്ടുവന്ന് കൊടുക്കും. വെള്ളം കൊടുത്താൽ ചെറുതിലുള്ള ശീലമാണ്. ഈ ചോറും വെള്ളം ഒപ്പം കണ്ടു കഴിഞ്ഞാൽ വരിക്കുട്ടിയൊക്കെ വെള്ളം മാത്രം കുടിക്കുകയുള്ളൂ, ചോറേ കഴിക്കില്ല. വെള്ളം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ചോറ് കൊടുക്കുമ്പോൾ ചോറ് മാത്രമേ കൊണ്ടുവരുള്ളൂ, വെള്ളം കൊണ്ടുവരില്ല. വെള്ളം കൊണ്ടുവന്നാൽ വെള്ളം കുടിക്കുന്നു പറഞ്ഞേ, വെള്ളം കുടിക്കണം, പക്ഷെ എന്നാലും ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ മൂന്നാൾക്കും കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുത് അച്ചു സൂപ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കുറച്ച് കഴിച്ച് നോക്കണം. നേരത്തെ ഞാൻ ഉപ്പൊക്കെ നോക്കിയതാണ്, എങ്കിലും കുറച്ചും കൂടെ കഴിച്ച് നോക്കണം. വീഡിയോ എടുക്കുകയെന്ന് പറയുമ്പോൾ ചെറുതിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ വീഡിയോ എടുക്കണത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറുത് പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. ഇടയ്ക്ക് പുതിയ എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കാറുണ്ട്. ഒരു ചപ്പാത്തി പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഞാനിപ്പോൾ ഇത്രയും ടേസ്റ്റുള്ള ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഓരോ പരീക്ഷണങ്ങൾ തന്നെ ഉണ്ടാക്കിയും ട്രൈ ചെയ്തും അങ്ങനെയൊക്കെയാണ്. പിന്നെ നല്ലതാണെങ്കിൽ മാത്രമേ എല്ലാവരും സപ്പോർട്ട് തന്നെയാണ്. വീട്ടിൽ അമ്മയാണെങ്കിലും ഏട്ടനാണെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കാനാണെങ്കിൽ ശരി വാങ്ങി തരാം, ഉണ്ടാക്കിയോന്നുള്ളൂ, പക്ഷെ ഉണ്ടാക്കിക്കോന്നൊക്കെ പറയും. പക്ഷേ നല്ലതാണെങ്കിൽ നല്ലത്. എന്തെങ്കിലും ഫ്ലോപ്പായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്തയൊക്കെ കൊള്ളാറുണ്ട്. വെറുതെ കാശ് ചിലവാക്കാനാണെന്നൊക്കെ പറഞ്ഞ് നല്ല കണ്ണുപൊട്ടുന്ന ചീത്ത പറയാറുണ്ട്. അപ്പോൾ ചില പരീക്ഷണങ്ങൾ ഫ്ലോപ്പായി പോയാൽ ഞാൻ മാത്രം അറിഞ്ഞുകൊണ്ട് ആ പരീക്ഷണങ്ങൾ അപ്പുറത്തെ തൊടിയിൽ പോകാറുമുണ്ട്. അത് ഞാൻ അങ്ങനെ ഏട്ടനോട് പറയാറൊന്നുമില്ല, കാരണം ചീത്ത കൊള്ളും. പിന്നെ ഏട്ടൻ്റെ അമ്മയാണെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കണം പറഞ്ഞാൽ ഉണ്ടാക്കിക്കോ, ഞാൻ എന്താ വേണ്ടത് വാങ്ങിത്തരാം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും നമുക്കറിയാത്തത് ഉണ്ടാക്കി നോക്കി അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഓരോ കാര്യങ്ങളും എല്ലാവരും അങ്ങനെ തന്നെയാണെന്നറിയാം. എന്നാലും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ. ഞാൻ എന്താണോ എൻ്റെ വീട്ടിൽ അതുതന്നെയാണ് എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ താങ്ക് യു, ടാറ്റ, ബൈ, സീ യു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടെ